ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോവിനോ തോമസ് നായകൻ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് 23 തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് നരിവേട്ട. കേരളത്തിൽ പരക്കെ പെയ്യുന്ന മഴയ്ക്കിടയിലും 6-ാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ ഭാഷയിലും സിനിമകളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറുകയാണ്. 2003 വിവാദമായ മുത്തങ്ങ പ്രശ്നവും അതിനോടനുബന്ധിച്ചുള്ള വെടിവെപ്പും ഒക്കെ ആസ്പദമാക്കി അബിൻ ജോസഫ് തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ തമിഴ് നടൻ ചേരൻ, സുരാജ് വെഞ്ഞാറമൂട്, ആര്യ സലിം, സൈജു കുറുപ്പി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ 5 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 7,70,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 6-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ 6 ദിവസത്തെ കേരള കളക്ഷനായി ഏകദേശം 8,75,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 17,50,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 തിയേറ്ററിലെത്തി കേരളത്തിൽ ഇൻഡസ്ട്രിയേറ്റ് വിജയം സ്വന്തമാക്കി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമ 34-ാം ദിവസമായ 5-ാമത്തെ ബുധനാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ഈ 34-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 35 ലക്ഷം റേഞ്ചിലാണ്. നിലവിൽ ആദ്യ 34 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 118,50,00,000 റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. നാളെ വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണിയോടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 232 കോടി റേഞ്ചിലുമാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ, രാഹുൽ ജി എന്നിവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മെയ് 23 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. സോഫി ഇപ്പോൾ നിർമ്മിച്ച ഈ സിനിമ 6-ാം ദിവസമായ ഇന്ന് ബുധനാഴ്ച കേരളത്തിൽ ഏകദേശം 28 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ 6 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 2,60,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി 4 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. മാജിക് ഫിലിംസിന്റെ മാറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ 20-ാമത്തെ ദിവസമായ 3-ാമത്തെ ബുധനാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ദിലീപിന്റെ 150-ാം സിനിമ കൂടിയായ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9 തിയേറ്ററിലെത്തിയത്. ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ 19 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 14,80,00,000 രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 25 ലക്ഷത്തിന് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 20 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 15 കോടിക്ക് മുകളിലാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ ആദ്യ 20 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 22 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടരുമെന്ന മോഹൻലാൽ ചിത്രം നാളെ രാത്രി 12 മണിയോടെ OTTയിലേക്ക് പോകുമ്പോൾ പിന്നീട് ചുരുക്കം ചില തിയേറ്ററുകളിൽ മാത്രമേ പ്രദർശനം ഉണ്ടാകൂ. ഈ വരുന്ന ജൂൺ 6 വെള്ളിയാഴ്ച ബക്രീദിനോടനുബന്ധിച്ച് മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ 4K റീമാസ്റ്റർ പതിപ്പ് റിലീസ് ചെയ്യുകയാണ്. ബെന്നി പി നായരമ്പലം തിരക്കഥ എഴുതി അൻവർ റഷീദ് സംവിധാനം ചെയ്ത് 2007 ഏപ്രിൽ 7 തിയേറ്ററിലെത്തിയ ഈ സിനിമ പ്രമുഖ നടൻ മണിയമ്പിള്ള രാജു ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ ഈ സിനിമയിൽ കലാഭവൻ മണി, സിദ്ദീഖ്, ജഗദീഷ് ശ്രീകുമാർ, ഇന്ദ്രജിത്ത്, സായികുമാർ, മണിക്കുട്ടൻ, ബിജുകുട്ടൻ, ഭാവന എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. നേരത്തെ മെയ് 21 മോഹൻലാലിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ റിലീസിംഗ് പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അൻവർ റഷീദ് നിർമ്മിച്ച് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത പ്രേമം എന്ന സിനിമയും റിലീസിന് തയ്യാറെടുക്കുകയാണ്. നിവിൻ പോളി, സായി പല്ലവി എന്നിവർ പ്രധാന താരങ്ങളായി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ഈ സിനിമ 2015 മെയ് 29 റിലീസ് ചെയ്തത്. നിലവിൽ ഈ സിനിമ ജോർജിയയിൽ റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി തീരുമാനിച്ചിട്ടില്ലെങ്കിലും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ചിത്രം വീണ്ടും റിലീസ് ചെയ്യും എന്നാണ് റിപ്പോർട്ട്. ബക്രീദ് റിലീസായി ജൂൺ 6 തിയേറ്ററിലെത്തുന്ന ഒരു പ്രധാനപ്പെട്ട മലയാള സിനിമയാണ് ആസിഫ് അലി നായകനാകുന്ന ആഭ്യന്തര കുറ്റവാളി. നവാഗതനായ സേതുനാഥ് പത്മകുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ജഗദീഷ്, ഹരിശ്രീ അശോകൻ, സിദ്ധാർത്ഥ ഭരതൻ, ശ്രീജ ദാസ്, ആനന്ദ് മന്മഥൻ, നീരജ രാജേന്ദ്രൻ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം അജയ് ഡേവിഡ് കാച്ചപ്പള്ളിയും എഡിറ്റിംഗ് സോബിൻ കെ തോമനുമാണ്. ബിജിബാലാണ് ഈ സിനിമയ്ക്ക് സംഗീതം പറഞ്ഞിരിക്കുന്നത്. ബക്രീദ് റിലീസായി ജൂൺ 5 തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് തഗ് ലൈഫ്. കമലഹാസൻ നായകനാകുന്ന ഈ സിനിമയ്ക്ക് കമലഹാസൻ, മണിരത്നം എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയത്. മണിരത്നം സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശിലംബരശൻ, അഭിരാമി, ഐശ്വര്യലക്ഷ്മി, തൃഷ, മലയാളി താരം ജോജു ജോർജ്, അശോക് സെൽവൻ, നാസർ, അലി ഫസർ, പങ്കജ് ത്രിപാഠി, ബാബുരാജ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. 1987 നായകൻ എന്ന സിനിമയ്ക്ക് ശേഷം കമലഹാസനും മണിരത്നവും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് തഗ് ലൈഫ്. ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് രാജ് കമൽ ഫിലിംസ്, മദ്രാസ് ടാക്കീസ്, റെഡ് ജയന്റ് മൂവീസ് എന്നിവർ ചേർന്നാണ്. AR റഹ്മാൻ സംഗീതം പകർന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് രവി കെ ചന്ദ്രനാണ്. എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ്. ഈ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കമലഹാസൻ, മണിരത്നം, അഭിരാമി, ചിലംബരശൻ എന്നിങ്ങനെ സിനിമയുടെ അഭിനേതാക്കൾ, സംവിധായകർ, സാങ്കേതിക പ്രവർത്തകർ എല്ലാം തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച കേരള ഗ്രാൻഡ് ലോഞ്ച് പ്രോഗ്രാം പുരോഗമിക്കുകയാണ്. അതേസമയം തഗ് ലൈഫിന്റെ ദുബായ് പ്രീ റിലീസ് ഇവന്റ് ജൂൺ 1 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ദൈറ സിറ്റി സെന്റർ വോക്ക് സിനിമാസിൽ ഉണ്ടായിരിക്കുന്നതാണ്. കമലഹാസൻ, AR റഹ്മാൻ, മണിരത്നം, തൃഷ ഉൾപ്പെടെ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ മിക്കവാറും എല്ലാവരും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട്. മമ്മൂട്ടി കമ്പനിയുടെ 6-ാമത്തെ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷ്, വിജയ് വെങ്കടേഷ്, സിദ്ദീഖ്, സുഷ്മിത ഭട്ട്, വിനീത്, വിജയ് ബാബു എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ചിത്രം സംവിധാനം ചെയ്ത ഗൗതം വാസുദേവ മേനോന് മലയാളത്തിൽ മികച്ച ഒരു ബ്രേക്ക് നൽകും എന്ന് പ്രതീക്ഷിച്ച സിനിമ കൂടിയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഈ സിനിമ എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. എന്നാൽ സിനിമ നേടിയെടുത്തിരുന്ന പോസിറ്റീവ് അഭിപ്രായത്തിനൊപ്പം സാമ്പത്തികമായി ഈ സിനിമയ്ക്ക് വിജയിക്കാനായില്ല. ഗൗതം വാസുദേവ മേനോൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഈ ചിത്രത്തിന് വേണ്ടത്ര പരസ്യമോ പ്രമോഷനോ നൽകാത്തതാണ് സിനിമ സാമ്പത്തിക ലാഭം നേടാൻ കഴിയാത്തത് എന്ന് തന്നെയാണ്. 19 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ കൃത്യമായ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്.
ചിത്രത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ 9,65,00,000 രൂപയാണ്. ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ സിനിമ കളക്ട് ചെയ്തത് 1,85,00,000 രൂപയും. ഓവർസീസ് കളക്ഷനായി ഈ സിനിമ $1 മില്യൺ, അതായത് 8,70,00,000 രൂപ. ടോട്ടൽ 20,20,00,000 രൂപയാണ് ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.